ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കല്ലേ? ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസൊക്കെ മാത്രം മതി ഇതിന്. ഇത് ചെയ്യുന്നത് കോവയ്ക്ക കൊണ്ടാണ്. വീട്ടിൽ ഉണ്ടായ കുറച്ച് കോവയ്ക്കയാണ്. അതുകൊണ്ട് ഊണ് കഴിക്കാനായിട്ട് നമുക്കൊരു ഒഴിച്ചുകറി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പച്ചക്കറികളാണ്. ഈ വെണ്ടയ്ക്ക ഉണ്ടോ, നല്ല വലിയ വെണ്ടയ്ക്കാണ് കേട്ടോ. 2-3 ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ പാവയ്ക്ക ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ടെറസിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറികളൊക്കെ, വഴുതനങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് പക്ഷേ വഴുതനങ്ങ ഇല്ലായിരുന്നു. ഇതാ പാവയ്ക്ക, ഈ മഴ കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് പോകുന്നുണ്ട്. അപ്പം അതിന് ഞാൻ കോവയ്ക്ക എടുത്തിട്ടാണ് ഒഴിച്ചുകറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ടൊന്ന് കീറിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര വലുതായിട്ടിരുന്നാലും കുഴപ്പമില്ല. ചിലതൊക്കെ ഇതിൽ പഴുത്തതുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു പുളിരസം കൂടെ കിട്ടും നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഇതായത് ഒരല്പം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ അത്രയും തന്നെ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു കപ്പോളം ഉണ്ട് തേങ്ങ, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, കാന്താരി മുളക്, 3 കഷ്ണം ചെറിയ ഉള്ളി, ഇത്രയും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, ചേച്ചി ഇത് കലാപരമായിട്ട് കൊച്ചു പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അതെന്താണെന്നറിയോ? നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പാത്രം അധികം ഞാൻ എടുക്കാറില്ല. എങ്കിലും ചില സമയങ്ങളിൽ അച്ചാർ എടുക്കാനൊക്കെ ആയിട്ട് 2-3 ഐറ്റമൊക്കെ അച്ചാർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കും കേട്ടോ. അതൊരു നമുക്കൊരു രസമാണ്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ പിന്നെ അത് കഴുകി വയ്ക്കാനായിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും എടുത്തൊന്ന് ഉപയോഗിച്ചിട്ട് നമുക്കത് കഴുകി വയ്ക്കാനായിട്ടും എളുപ്പമായിരിക്കും. അത് കഴുകാനായിട്ട് മാത്രം എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കറി വെച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയുണ്ട മെല്ലെ ഒന്ന് ചൂടായാൽ മതി. ഒരു പച്ച ചോയ്ക്കണ്ട, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വാട്ടിയത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക നന്നായിട്ട് കഴുകി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുള്ളൂ, ഒരുപാട് വഴറ്റുന്നില്ല കേട്ടോ. നല്ല വേവുണ്ട് ഈ കോവയ്ക്കയ്ക്ക്. അതുകൊണ്ട് വഴറ്റിയാൽ ചിലപ്പോൾ ഒന്നുകൂടി വേകാനായിട്ട് താമസം വരും. അതുകൊണ്ട് വഴറ്റുന്നില്ല ഞാൻ, അങ്ങനെ പറയും കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റി കഴിയുമ്പം വേകാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതുപോലെ വഴറ്റാതാണ് കേട്ടോ വയ്ക്കും. ജസ്റ്റ് ഒന്ന് ആ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്കൊരു ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല ഈ കറി. എങ്കിലും ചോറിന് ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. ഒരിക്കലും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ചേർക്കുന്ന സംഭവങ്ങളെല്ലാം അത്ര എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്. അതുകൊണ്ടൊരു വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കാൻ പറ്റില്ല നമുക്കിതിൽ. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമാണ്. ഈ കോവയ്ക്ക വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരെ ഞാനിത് വേവിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ ഈ നാടൻ കോവയ്ക്ക കേട്ടോ, ഇതിന് നല്ല വേവുണ്ട്. സാധാരണ പെട്ടെന്ന് വേകുന്ന, അതേപോലെ കുറച്ച് മൂപ്പ് കുറഞ്ഞ് കോവയ്ക്കയാണെങ്കിലും 1 വിസിൽ തന്നെ മതിയാവും. ഇനിയിപ്പോൾ കുക്കറിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇത് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 വിസിൽ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്ത് വെച്ച് പിന്നെ കുറച്ചൊരു ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി തുറന്നിട്ട് നമുക്ക് നോക്കാം ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത്രയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലും മതി. ഇനി കുറച്ച് സമയം നമ്മൾ ഒന്ന് വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെയൊക്കെ നമ്മളിത് അരപ്പ് ചേർക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ വേവിക്കുന്നുണ്ട്. ആ ഒരു വേവും കൂടെ മതിയാവും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തവി കൊണ്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കാം. മെല്ലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞ് വരുന്നുണ്ട്. 1-2 എണ്ണം വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് നല്ല ഗ്രേവിയിൽ വയ്ക്കുന്നില്ല, എങ്കിലും കുറച്ചൊന്ന്
തിക്കായിട്ടിരിക്കണം. ചോറിൽ ഒഴിച്ച് കഴിക്കാനല്ലേ, അപ്പോൾ കുറച്ചൊരു ലൂസ് വേണം. ഇനി ഇരുന്നിട്ട് ഒന്നുകൂടെ ഇത് കട്ടിയാകും കേട്ടോ. അപ്പോൾ നമുക്കിനിയും ഉപ്പൊക്കെ നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മോര് കറിയും അങ്ങനെയുള്ള കറികൾ വെക്കില്ലേ, പരിപ്പ്, ഇതൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്കിങ്ങനെ കോവയ്ക്ക ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഊണിനൊരു ഒഴിച്ച് കറി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണത്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഴുത്ത കോവയ്ക്ക ഉള്ളതുകൊണ്ട് ചെറിയൊരു പുളിയെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ചെറിയൊരു അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പഴുത്ത കോവയ്ക്ക ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഒരു തടുക്കാപ്പാൻ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. നമ്മൾ നേരത്തെയും കുറച്ച് വെളിച്ചെണ്ണയിൽ ചേർത്തിട്ടുള്ളൂ. ഈ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കാണെങ്കിൽ ഒരുപാട് കടുകിടുന്ന ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് കടുകിടുന്നതാണ് കേട്ടോ ഇഷ്ടം. എല്ലാ കറികൾക്കും ഞാൻ വളരെ കുറച്ച് കടുക് ഇടാറുള്ളൂ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനാകുമ്പോൾ വളരെ കട്ടി കുറഞ്ഞാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ചൂടായി വരും. ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ, അതായത് 3 കഷ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി നോക്കുകയാണ്. ഇനി ഒരു സ്പൂൺ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് നടന്നില്ല കേട്ടോ. സ്പൂൺ തന്നെ വേണം. ഇളക്കി കൊടുത്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് ഞാൻ. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കറക്കി നോക്കി ശരിയായില്ല കേട്ടോ, സ്പൂൺ വേണം. അപ്പോൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇത് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഈ സ്റ്റൗവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ട്, അതാണ് കേട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ സമയം നമ്മുടെ കറിക്ക് നല്ല എരിവുണ്ടെങ്കിൽ നമ്മൾ ഈ മുളക് പൊടി ഒഴിവാക്കുക. ഇത് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഈ മഴ സമയത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കറി വയ്ക്കാനായിട്ടൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയോട്ടെ. ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പലരും വെക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു റെസിപ്പി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വിഭവമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.